ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി 119 സങ്കീർത്തനം 9 തൊട്ട് 16 വരെ വായിക്കാം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ട് നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഈ അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ ശുദ്ധനായി അല്ലെങ്കിൽ നിർമ്മലനായി ജീവിക്കുന്നത്? 9-ാം വാക്യം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഇത് ബാലന് മാത്രമല്ല, എല്ലാവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും ഉള്ളതാണ്. ഈ ലോകം അശുദ്ധി നിറഞ്ഞതാണ്. നാം ദൈവവചന പ്രകാരം ജീവിക്കണം. സങ്കീർത്തനക്കാരൻ പല ഉപദേശങ്ങളും ഇതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. 1. വചനപ്രകാരം അതിനെ സൂക്ഷിക്കണം. വചനം വായിച്ച് പഠിച്ച് അറിവ് നേടി അനുസരിക്കണം. 2. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വാക്യം 11. വചനത്തെ ഹൃദയത്തിൽ എങ്ങനെ സംഗ്രഹിക്കാം? വചനം മനഃപ്പാഠമാക്കി അത് ധ്യാനിക്കുമ്പോൾ നമുക്ക് ആശ്വാസവും അനുഗ്രഹവും ആയിരിക്കും. ദൈവത്തെ ആരാധിക്കുക, അവൻ വാഴ്ത്തപ്പെട്ടവൻ. പ്രാർത്ഥിക്കുക, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. 3. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ദൈവവചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. എൻ്റെ അധരങ്ങൾ കൊണ്ട് വായ കൊണ്ട് അവയെ വർണ്ണിക്കും. ഹൃദയത്തിൽ സംഗ്രഹിച്ചത് വായിൽ കൂടെ പ്രസ്താവിക്കുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. മത്തായി 12:34. 14-ാം വാക്യം. ആനന്ദിക്കുന്ന അനുഭവം. ഏതിലാണ് ആനന്ദിക്കേണ്ടത്? ഞാൻ സർവ്വസമ്പത്തിൽ എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. കർത്താവിൽ സന്തോഷിക്കുന്ന അനുഭവം. ഫിലിപ്പി ലേഖനത്തിൽ കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 4. നിന്റെ വചനത്തെ ധ്യാനിക്കുക, സൂക്ഷിക്കുക, രസിക്കുക, മറക്കാതിരിക്കുക. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവവചനം ശുദ്ധീകരിക്കുന്നതാണ്. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ അത് ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നു. നമ്മെ ശുദ്ധിയോടെ ഈ അശുദ്ധ ലോകത്തിൽ കാക്കുന്നു. ഈ വചനം കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം ഹൃദയത്തിൽ ധ്യാനിക്കുക, സൂക്ഷിക്കുക, രസിക്കുക, മറക്കാതിരിക്കുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.